ഹാജിമാരെത്തിയതോടെ അവർക്ക് വേണ്ടി സേവനത്തിനായി ഇറങ്ങിയിരിക്കുകയാണ് മലയാളി സന്നദ്ധ സംഘടനകൾ. ഇനി 1.5 മാസത്തോളം നീളുന്ന ഹജ്ജ് കാലയളവിൽ ഈ മലയാളി സേവന സംഘങ്ങൾ ഹാജിമാർക്ക് തുണയായിട്ടുണ്ടാകും. ഹജ്ജിന് മുന്നോടിയായി മലയാളി വളണ്ടിയർ സംഘങ്ങളും സൗദിയിലെ മക്കയിലും മദീനയിലുമായി തയ്യാറായി കഴിഞ്ഞു. മദീനയിൽ ആദ്യ സംഘം ഹാജിമാരെത്തിയതോടെ സേവന പാതയിലാണ് മലയാളി സംഘടനകൾ. ഏറ്റവും വലിയ സേവന സംഘമായ KMCCയുടെ ഹജ്ജ് സേവന പ്രവർത്തനം ET മുഹമ്മദ് ബഷീർ MP ആണ് ഉദ്ഘാടനം ചെയ്തത്. നാലായിരത്തോളം വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. അതിൽ ഈ വോളണ്ടിയേഴ്സൊക്കെ തന്നെ KMCCയുടെ പ്രവർത്തകന്മാരാണ്. അവരുടെ ഭാര്യമാരും സേവനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. അവരുടെ കുടുംബം തന്നെ ഇപ്പോൾ ഹജ്ജിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനം ആളുകൾ വരുന്ന ദിവസം തൊട്ട് അവസാനത്തെ തീർത്ഥാടകനും പോകുന്നത് വരെ എവിടെയെല്ലാം സഹായം വേണമോ ആ സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ കഴിഞ്ഞ കാലത്ത് വലിയ പങ്ക് ഇവർ നിർവഹിച്ചിട്ടുണ്ട്. എവിടെയും ഒരു ആവശ്യക്കാരന് KMCCക്കാരന് കിട്ടാതിരിക്കില്ല. ആ ഒരു സ്വഭാവത്തിലേക്ക് വലിയൊരു ചരിത്രം തന്നെ ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മുസ്ലിം ലീഗിന്റെ ഗൾഫ് പതിപ്പാണ് KMCC. വിപുലമായ പ്രവർത്തനങ്ങളാകും KMCCക്ക് കീഴിൽ ഇത്തവണയും നടക്കുകയെന്ന് KMCC നേതാവ് കുഞ്ഞിമോൻ കാക്കിയ പറഞ്ഞു. സൗദി KMCC കീഴിലുള്ള 4000-ഓളം വരുന്ന വളണ്ടിയർമാർ ഇന്നു മുതൽ സേവന രംഗത്ത് കർമ്മരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനത്തിനാണ് സൗദി KMCC തുടക്കം കുറിച്ചിട്ടുള്ളത്. ഈ വർഷം 4000-ഓളം വളണ്ടിയർമാരെയാണ് സൗദി KMCC മക്കയിലും മദീനയിലും അതുപോലെ തന്നെ അറഫയിലും മീനയിലും പരിശുദ്ധ ഹറമുകളുടെ പരിസരത്തൊക്കെ വിന്യസിപ്പിക്കുന്നത്. ഹാജിമാർക്ക് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സൗദി KMCCയുടെ മുഴുവൻ വളണ്ടിയർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യ വ്യത്യാസമില്ലാതെ ഭാഷ വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലെത്തിപ്പെടുന്ന മുഴുവൻ ലക്ഷോപലക്ഷം ഹാജിമാർക്കും സേവനത്തിന് തയ്യാറായിട്ടാണ് നമ്മുടെ വളണ്ടിയർമാർ നിലകൊണ്ടിട്ടുള്ളത്. കാന്തപുരം AP വിഭാഗത്തിന് കീഴിലെ RSCയും ICFും ഇത്തവണ സംയുക്തമായാണ് ഇറങ്ങുന്നത്. 5000-ഓളം പേരെ സേവനത്തിനിറക്കാനാണ് സംഘടനയുടെ തീരുമാനം. നമ്മൾ ഈ വർഷം ലക്ഷ്യമാക്കുന്നത് മെഡിക്കൽ സഹായം ആവശ്യമുള്ള ആളുകൾക്ക് മെഡിക്കൽ വിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ട് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ലോസ്റ്റ് ആൻഡ് ഫൈൻഡ് കംപ്ലൈൻറ്റുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറി സെല്ലും ഇൻഫർമേഷൻ സെൻറ്ററും നാട്ടിലുള്ള ഹാജിമാരുടെ ബന്ധുക്കൾക്ക് നേരിട്ട് വളണ്ടിയേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും വീൽ ചെയർ ആവശ്യമുള്ള ആളുകൾക്ക് ഇലക്ട്രിക് വീൽ ചെയർ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സന്നദ്ധരായിക്കൊണ്ടാണ് ഈ വർഷം ICF RSC ഹജ്ജ് വോളണ്ടിയർ കോർ രംഗത്തേക്ക് ഇറങ്ങുന്നത്. SKSSFന് കീഴിലെ വിക്കായക്ക് കീഴിലും സേവനം തുടങ്ങിക്കഴിഞ്ഞു. ഇനി വരുന്ന ഹാജിമാർക്ക് പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്തത് മലയാളി ഹാജിമാർ വരുന്ന സമയത്ത് ഹറമിന് ചുറ്റുഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചരിത്ര സ്ഥലങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ ചരിത്ര വിശകലനങ്ങൾ നടത്തി രാവിലെയാണത് ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഹാജിമാർക്ക് വേണ്ട എല്ലാവിധ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിക്കായുടെ ഒരു സന്നദ്ധ സേവനത്തിൻ്റെ ഒരു വലിയൊരു പദ്ധതിയോടുകൂടെയാണ് നമ്മളിവിടെ മദീനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ഹജ്ജ് വെൽഫെയർ ഫോറം ഇത്തവണയും രംഗത്തുണ്ട്. വിവിധ ക്ലബ്ബുകളും തനിമ ഉൾപ്പെടെ സംഘടനകളും ഇതിൽ ഭാഗമാണ്. ഒട്ടനവധി ആളുകൾ പ്രവർത്തിക്കാനായിട്ട് ഇവിടെ നിരന്തരം ഈ ഹജ്ജ് സമയത്ത് വരുന്ന പേഷ്യൻറ്റുകൾക്ക് അവർക്ക് മരുന്നും വൈദ്യസഹായം അതുപോലെ തന്നെ വീൽ ചെയറിൽ വരുന്ന ഹാജിമാർക്ക് അവർക്ക് വീൽ ചെയറിൽ നമ്മൾ റൗളയിൽ കൊണ്ട് അവരെ സിയാർത്ത് ചെയ്യിക്കുന്നത്, അതുപോലെ തന്നെ വഴിതെറ്റിപ്പോകുന്ന ഹാജിമാരെ നമ്മൾ കണ്ടെത്തി അവരെ റൂമിലാക്കുന്നത്, അതുപോലെ തന്നെ ഒട്ടനവധി ഫുഡ് കിട്ടാതെ വിഷമിക്കുന്നത്. ഇവിടെ നമുക്ക് ഗവൺമെൻറ്റിൽ വരുന്ന ഹാജിമാർക്ക് ഹോട്ടലുകൾ അറിയില്ല, അവർക്ക് ഫുഡ് കിട്ടാൻ വിഷമമുള്ളിടത്ത് നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ഫുഡിൻ്റെ സംവിധാനം എത്തിക്കുന്ന അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഹജ്ജിന് ശേഷമാണ് മലയാളി ഹാജിമാർ മദീനയിലെത്തുക. ഇവർക്കെല്ലാം സംഘടനകളുടെ സേവനം ലഭ്യമാകും. മദീനയിലെത്തുന്ന ഹാജിമാർ ഹജ്ജ് തുടങ്ങുന്നതുവരെ ഇവിടെയാണ് കഴിയുക. മദീന ഹറമിലേക്ക് പോകുന്നവർക്ക് സഹായത്തിനും വഴി കാണിക്കാനുമെല്ലാം മലയാളി സന്നദ്ധ സംഘടനകൾ ഉണ്ടാകും. സംഘടനാപരമായ ശേഷി മക്ക മദീനയിലെ സംഘടനകൾ ഉപയോഗിക്കുന്ന സമയം കൂടിയാണിത്. അതിനാൽ തന്നെ തീർത്ഥാടകർക്ക് മക്ക മദീനയിൽ
അപരിചിതത്വം ഉണ്ടാകില്ല. ഇപ്രാവശ്യത്തെ ഹജ്ജ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏകദേശം 17ഓളം വിങ്ങുകളായി രൂപീകരിച്ചുകൊണ്ട് 200-നടുത്തോളം പ്രവർത്തകരുമായിട്ട് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മദീന KMCCയുടെ പ്രവർത്തകർ. ഇന്നത്തെ ഫ്ലൈറ്റിൽ വന്ന ഹാജിമാർക്ക് ഭക്ഷണ കിറ്റുകളടങ്ങിയ എല്ലാ ഹാജിമാർക്കും ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. അതോടൊപ്പം അവർക്ക് വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും വഴിതെറ്റി ഹാജിമാരെ റൂമിലെത്തിക്കുന്നത്, അവർക്ക് വേണ്ട മെഡിസിൻ, അതുപോലെ തന്നെ വീൽ ചെയറുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും മദീന KMCCയുടെ പ്രവർത്തകർ നടത്തിക്കുന്നു. സംഘടനകളുടെ വനിതാ വിങ്ങുകളും സജീവ സാന്നിധ്യമായിരിക്കും. ഇവിടെ മദീനയിൽ ഇറങ്ങുന്ന ഹാജിമാർക്ക് വേണ്ട അവരിവിടെ ഇറങ്ങി അന്ന് മുതൽച്ചുള്ള അവർ തിരിച്ചു പോകണ വരെയുള്ള എല്ലാ സഹായങ്ങളും റൗലയിൽ കൊണ്ടുപോകുക, അതുപോലെ ഹോസ്പിറ്റൽ കേസുകൾ കാര്യങ്ങൾ, അതുപോലെ എല്ലാ വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ഈ വളണ്ടിയേഴ്സ് വനിതാ വിങ് എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരും ദിനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കി വളണ്ടിയർ സംഘങ്ങൾ മക്കയിലേക്കും മദീനയിലേക്കും എത്തും. ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്ന മക്കയിലെ മീന, മുസ്ദലിഫ, അറഫ എന്നിവ കേന്ദ്രീകരിച്ചാകും ഹജ്ജിന്റെ പ്രധാന ഭാഗമായി എത്തുന്ന വളണ്ടിയർ സേവന സംഘങ്ങളുടെ പ്രവർത്തനം. മദീനയിലേക്കും മക്കയിലേക്കുമുള്ള പാതകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടേക്കെത്തുന്നവരെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം.